നിങ്ങൾ പിണക്കം മാറ്റിയിരുന്നു എന്ന് ഷാനവാസ് ചോദിക്കുന്നുണ്ട് അനുമോളോട്. അപ്പോൾ അനുമോൾ പറഞ്ഞു ഇന്ന് രാവിലെ എഴുന്നേറ്റ് വന്നപ്പം അവളുടെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് പിണക്കമൊന്നുമില്ല എന്ന്. അന്നേരം സംസാരിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഷാനവാസ് പറഞ്ഞു അവൾക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഫൈനൽ 5-ൽ നിൽക്കണമെന്നുള്ളത്. അവൾ ഡിസർവിങ് ആയിരുന്നു. പിന്നെ അവൾ എപ്പോൾ എന്തുണ്ടായാലും അവൾ ഇങ്ങനെ ഡയലോഗാണ് പറയുന്നത്, കുഴപ്പമില്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവൾ അങ്ങനെ പറയുന്നെങ്കിലും അവളുടെ ഉള്ളിൽ നല്ല വിഷമം കാണും. അങ്ങനെയാണ് സാധാരണ. എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇക്കാന്ന് അവൾ പലപ്പോഴും പറഞ്ഞ പല കാര്യങ്ങളും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അവൾക്കുള്ളിൽ നല്ല വിഷമമുണ്ടെന്ന്. അത് എൻ്റെ പസിൽസ് കറക്റ്റ് ആവാഞ്ഞപ്പം എനിക്ക് അവളാണത് സെറ്റ് ചെയ്ത് തന്നത് എന്ന് പറയുന്നുണ്ട്. പിന്നെ അവളുടെ പസിൽ കാണാതെ പോയെന്ന് പറഞ്ഞപ്പം കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ സെറ്റ് ആവാത്തപ്പം എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി എന്ന് പറയുന്നത്. അവളെപ്പോഴും പറയും മനസ്സിൽ എന്തെങ്കിലും ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. അത് കേൾക്കാനും നല്ല രസമാണ്. ഷാനവാസ് ആദിലയും നൂറയും ഒരുമിച്ച് കൊണ്ടു നടന്ന ഒരാളാണ്. ആദിലയും നൂറയും നോമിനേറ്റ് ചെയ്തിട്ടില്ലെന്ന് പല സന്ദർഭങ്ങളിലും ഷാനവാസ് പറയുന്നുണ്ട്. പക്ഷേ ഈ ഗെയിമിൻ്റെ അവസാന വീക്കുകൾ എത്തിയപ്പോഴത്തേനും ആദില ഷാനവാസിൽ നിന്ന് ഒരുപാട് ദൂരെയായിപ്പോയത്. ഷാനവാസ് പറഞ്ഞ് ഒരു കോംപ്രമൈസ് ചെയ്യിച്ച അനുമോളുമായിട്ടുള്ള പ്രശ്നം പിറ്റേ ദിവസം ആയപ്പോൾ അതിന് വിപരീതമായിട്ട് മോർണിംഗ് ടാസ്കിൽ സംസാരിച്ചത് 2 പേർക്കും വിഷമമായി. നൂറ ഷാനവാസിനെ എന്തോ പറഞ്ഞ് അങ്ങനെ പിണങ്ങി. പിന്നെ ആദിലയോട് മിണ്ടാതായി. പിന്നെ ആദില പോയപ്പോഴും ഇതുപോലെ തന്നെ ആയിരുന്നു. ഷാനവാസുമായിട്ട് അത്ര ക്ലോസ് ആയിട്ടല്ല എവിക്റ്റായി പോയിരിക്കുന്നത്.